മുടങ്ങുന്ന ഒരു ദിവസം വരാനിരിക്കട്ടെ. കട്ടായം അല്ലാഹു സാക്ഷിയാണ്. ആ മസ്ജിദിന്റെ മിനാരങ്ങളിൽ നിന്ന് ബാങ്കുലി മുടങ്ങുന്നതും ആ മസ്ജിദിന്റെ അകത്തളങ്ങളിൽ മുസ്ലിമീങ്ങൾ സാഷ്ടാംഗം നമിക്കുന്ന ഒരു ദിവസം വരാനിരിക്കുന്നു എന്നതിൽ മുസ്ലിമീങ്ങളെ സംബന്ധിച്ചിടത്തോളം യാതൊരു സംശയവുമില്ല. പരശതം പ്രവാചകന്മാരുടെ പാദസ്പർശനമേറ്റ് അനുഗ്രഹീതമായ അല്ലാഹുവിന്റെ റസൂലിന്റെ സാഷ്ടാംഗം കൊണ്ട് അനുഗ്രഹീതമായ വിശുദ്ധമായ മുസ്ലിമീങ്ങളുടെ ഒന്നാമത്തെ ഖിബ്ലയായ മസ്ജിദുൽ അഖ്സ, ആ മസ്ജിദുൽ അഖ്സക്ക് സ്ഥാപനം 638-ൽ ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹുവിന്റെ കരങ്ങളാൽ വിമോചിപ്പിക്കപ്പെട്ട് നൂറ്റാണ്ടുകൾ മുസ്ലിമീങ്ങൾ അതിൽ ആരാധന നടത്തിപ്പോന്നതിന് ശേഷം കുരിശ് ശക്തികളുടെ കരങ്ങളാൽ ബൈത്തുൽ മുഖദ്ദസ് മുസ്ലിമീങ്ങൾക്ക് നഷ്ടപ്പെടുകയുണ്ടായി. പക്ഷേ മസ്ജിദുൽ അഖ്സ നഷ്ടപ്പെട്ട മുസ്ലിമീങ്ങൾ ഒരിക്കലും നിരാശാഭരിതരായിട്ടില്ല. 91 വർഷക്കാലമാണ് മുസ്ലിമീങ്ങൾ പ്രതീക്ഷാപൂർവം കാത്തിരിപ്പ് നടത്തിയത്. 91 വർഷക്കാലം. 1949 ഡിസംബർ 22-ാം തീയതി ബാബരി മസ്ജിദ് മുസ്ലിമീങ്ങൾക്ക് നഷ്ടപ്പെട്ടിട്ട് 70 വർഷം തികയുകയാണ്. 91 വർഷം കാത്തിരുന്ന മുസ്ലിം സമുദായം, അതും മുസ്ലിമീങ്ങളുടെ ഒന്നാം ഖിബ്ലയായ മസ്ജിദുൽ അഖ്സക്ക് വേണ്ടി കാത്തിരുന്നുവെങ്കിൽ, പ്രിയമുള്ളവരെ, നാമും കാത്തിരിപ്പിലാണ്. പതിറ്റാണ്ടുകൾ നീണ്ടുനിന്ന കാത്തിരിപ്പിനൊടുക്കി ഒടുവിൽ മുസ്ലിം സമുദായത്തിന്റെ ശാക്തീകരണത്തിന്റെ പര്യാവസാനം എന്ന നിലയിൽ സലാഹുദ്ദീൻ അയ്യൂബി മസ്ജിദുൽ അഖ്സ പിടിച്ചടക്കി ജയിച്ചടക്കി ആ മസ്ജിദുൽ അഖ്സയിൽ മിമ്പർ നിർമ്മിച്ചുകൊണ്ട് സ്ഥാപിച്ചുകൊണ്ട് പരിശുദ്ധമായ ബാങ്കുലി മസ്ജിദുൽ അഖ്സയിൽ നിന്ന് മുടക്കിയിട്ടുണ്ടെങ്കിൽ ഈ കാലഘട്ടത്തിലെ സലാഹുദ്ദീൻ അയ്യൂബിമാര് ഇവിടെ വെച്ചുകൊണ്ട് പ്രഖ്യാപിക്കുകയാണ്, ഇൻഷാ അല്ലാഹ് ഞങ്ങൾ സുജൂദ് ചെയ്യും. ഞങ്ങളുടെ വരും തലമുറ മസ്ജിദുൽ അഖ്സയിൽ സുജൂദ് ചെയ്തതുപോലെ ബാബരി മസ്ജിദിന്റെ അകത്തളത്തിൽ വിശുദ്ധമായ ഈമാനിന്റെ നെറ്റിത്തടം കൊണ്ട് ഞങ്ങൾ അനുഗ്രഹീതമായ സുജൂദ് ചെയ്യുക തന്നെ ചെയ്യുമെന്ന് ഈ നിറഞ്ഞ സദസ്സിനെ സാക്ഷി നിർത്തിക്കൊണ്ട് പ്രഖ്യാപിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. പ്രിയമുള്ളവരെ, നൂറുദ്ദീൻ സങ്കി എന്ന് പറയുന്ന മഹാവിപ്ലവകാരി ഒരു മിമ്പർ നിർമ്മിക്കുകയുണ്ടായി. മസ്ജിദുൽ അഖ്സയിൽ ഒരു മിമ്പർ നിർമ്മിക്കുകയുണ്ടായി മസ്ജിദുൽ അഖ്സയിൽ സ്ഥാപിക്കുന്നതിന് വേണ്ടി. 20 വർഷങ്ങൾക്ക് മുമ്പ്, മസ്ജിദുൽ അഖ്സ മോചിപ്പിക്കപ്പെടുന്നതിന്റെ 20 വർഷങ്ങൾക്ക് മുമ്പ് നൂറുദ്ദീൻ സങ്കി നിർമ്മിച്ച ആ മിമ്പർ നൂറുദ്ദീൻ സങ്കിക്ക് അവിടെ സ്ഥാപിക്കാൻ സാധിച്ചിട്ടില്ല. പക്ഷേ 20 വർഷങ്ങൾക്ക് മുമ്പ് നിർമ്മിച്ച ആ മിമ്പർ മസ്ജിദുൽ അഖ്സയിൽ സ്ഥാപിച്ചത് സലാഹുദ്ദീൻ അയ്യൂബിയാണ്. അദ്ദേഹത്തിന്റെ സ്വപ്നമായിരുന്നു കുരിശ് ശക്തികളുടെ കൈകളിൽ മസ്ജിദുൽ അഖ്സ അകപ്പെട്ട് അത് മോചിപ്പിക്കുവാൻ വേണ്ടി നിരന്തരമായി പണിയെടുത്ത്, പക്ഷേ തന്റെ ജീവിതകാലത്ത് ആ മിമ്പർ മസ്ജിദുൽ അഖ്സയിൽ സ്ഥാപിക്കുവാൻ അദ്ദേഹത്തിന് സാധിച്ചില്ല. 20 വർഷക്കാലം നിർമ്മിച്ചു കാത്തിരുന്ന ആ കാത്തിരിപ്പിനൊടുവിൽ മഹാനായ സലാഹുദ്ദീൻ അയ്യൂബി ആ മസ്ജിദുൽ അഖ്സയിൽ മിമ്പർ സ്ഥാപിച്ച് ആ മിമ്പറിൽ കയറി നിന്നുകൊണ്ട് വിശുദ്ധമായ ജുമുഅ ദിവസം ഖുതുബ നിർവഹിച്ചിട്ടുണ്ട് എങ്കിൽ ഓൾ ഇന്ത്യ ഇമാംസ് കൗൺസിൽ ഈ സുദിനത്തിൽ, ഈ 2019 ഡിസംബർ 5-ാം തീയതിയുടെ ഈ സായാഹ്നത്തിൽ പ്രതീകാത്മകമായി ഒരു മിമ്പർ നിർമ്മിക്കുകയാണ്. അതെ, ബാബരി മസ്ജിദിൽ സ്ഥാപിക്കേണ്ട മിമ്പർ ഇവിടെ വെച്ചുകൊണ്ട് ഇൻഷാ അല്ലാഹ് ഇവിടെ വെച്ചുകൊണ്ട് ഞങ്ങൾ പ്രതീകാത്മകമായി നിർമ്മിക്കുകയാണ്. ഞങ്ങളല്ലെങ്കിൽ വരും തലമുറ ഇൻഷാ അല്ലാഹ് ആ മിമ്പർ ബാബരി മസ്ജിദിന്റെ അകത്തളത്തിൽ സ്ഥാപിക്കുക തന്നെ ചെയ്യും എന്നതിൽ സംശയമില്ല. പ്രിയമുള്ള സഹോദരന്മാരെ, ചരിത്രത്തെ സാക്ഷി നിർത്തിക്കൊണ്ട് പറയുവാൻ ഈ വിനീതൻ ആഗ്രഹിക്കുകയാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ കെട്ടിടമുണ്ടാക്കാം, ലക്ഷങ്ങൾ ചെലവഴിച്ച്, കോടികൾ ചെലവഴിച്ച് നിങ്ങൾ കെട്ടിടമുണ്ടാക്കിക്കോളൂ ബാബരി മസ്ജിദ് നിന്ന സ്ഥലത്ത്. പക്ഷേ നിങ്ങളത് ഞങ്ങൾക്ക് തിരിച്ചു നൽകേണ്ടി വരും. ആ കെട്ടിടം പള്ളിയായി മസ്ജിദിന് വേണ്ടി നിങ്ങൾ തിരിച്ചു നൽകേണ്ടി വരും.
അതുകൊണ്ട് ഞങ്ങൾക്ക് വിനയപൂർവ്വം പറയാനുള്ളത്, ഉണ്ടാക്കുന്ന കെട്ടിടം കിബിലമറി നോക്കിയിട്ട് വേണം ഉണ്ടാക്കാൻ. കിബിലമറി ശരിയാണോ എന്ന് നോക്കിയിട്ട് വേണം ഉണ്ടാക്കാൻ. അന്ന് നിങ്ങൾ മുസ്ലിം സമുദായത്തിന് ഈ രാജ്യത്ത് നീതി പുലരുന്ന ഒരു ദിവസം, അന്ന് നീതി പുലരുന്ന ഒരു ദിവസം ഇന്ത്യൻ ഭരണഘടനയിൽ രേഖപ്പെടുത്തപ്പെട്ട ജസ്റ്റിസ് എന്ന മഹിതമായ ആശയം ഇന്ത്യ രാജ്യത്ത് പുലരുന്ന ദിവസം ഇൻഷാ അല്ലാഹ് ബാബരി മസ്ജിദ്, ആ കെട്ടിടം നിങ്ങൾ ബാബരി മസ്ജിദായി മുസ്ലിം സമുദായത്തെ തിരിച്ചേൽപ്പിക്കുക തന്നെ ചെയ്യും. ഇൻഷാ അല്ലാഹ് കണ്ണുള്ളവർക്കെന്ന് കാണാൻ കഴിയും, നമുക്കല്ലെങ്കിൽ വരും തലമുറക്കെങ്കിലും അത് കാണാൻ കഴിയും.